പ്രിയപ്പെട്ടവരെ, ഹിന്ദി ഭാഷ ഒട്ടുമറിയാത്തവർക്ക് വേണ്ടിയാണ് നാം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ ബഹുമാനത്തോടെ ഒരാൾ ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ആപ്കോ ക്യാ ഖിദ്മത്ത് കറൂം മേ, വളരെ റെസ്പെക്റ്റബിളായ ഒരാളോട് എങ്ങനെ സംസാരിക്കണം. ആപ്കോ ക്യാ ഖിദ്മത്ത് കറൂം മേ, സർ ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ക്യാ ചാഹിയേ ഭായ്, ക്യാ ചാഹിയേ എന്ന് ചോദിക്കുന്നതിന് പകരം ക്യാ ഖിദ്മത്ത് കറൂം മേ ആപ്കോ, ഞാൻ നിങ്ങൾക്ക് എന്ത് സർവീസാണ് ചെയ്യേണ്ടതാണ്. വളരെ റെസ്പെക്റ്റായ വാക്കാണ്. അതുപോലെ നിങ്ങൾ ഒരാളോട് പറയണം, എനിക്ക് ചില സഹായം വേണം. മുജേ മദദ് ചാഹിയെ, ആപ്സെ മദദ് ചാഹിയെ, മദദ് ചാഹിയെ, സഹായം വേണം. ആപ്കി മദദ്, നിങ്ങളുടെ സഹായം വേണം. മേരി മദദ്, എൻ്റെ സഹായം. ഇങ്ങനെയൊക്കെ ആപ് മേരി മദദ് എന്നാൽ സഹായം എന്നാണ്. മദദ് കറോ യാർ, മുജെ മദദ് കറോ, എന്നെ സഹായിക്കൂ എന്ന് പറയുന്ന വേടാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് മദദ്, ക്യാ മദദ് കറൂം മേ ആപ്കോ, അതാണ് രസമുള്ളത്, ഏറ്റവും ഭംഗിയുള്ളത്. ക്യാ മദദ് കറൂം മേ ആപ്കോ, ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ ചോദിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ബൈഠിയേ ജനാബ്, ഒരിക്കലും എന്ത് പറയരുത്, ബൈഠോ എന്ന് പറയരുത്, ബൈഠിയേ ജനാബ്. ഈ ഉറുദു ആളുകളൊക്കെ പറയും തശ്രീഫിലായിയെ എന്ന് പറയും. ഫർമായിയെ, ഫർമായിയെ ജനാബ്, അങ്ങ് പറഞ്ഞാലും എന്നാണ് അതിൻ്റെ അർത്ഥം. ഫർമായിയെ എന്ന് പറയാം. തശ്രീഫിലായിയെ, അങ്ങ് ബഹുമാനപൂർവ്വം ഇവിടെ ഉപവിഷ്ടനായാലും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് തശ്രീഫിലായിയെ. എന്തൊരു രസമുള്ള വാക്കുകളാണ് അതൊക്കെ. അത് ആ ഭായ് ബൈട്ടോ, ആ ഭായ് ബോലോ ഒന്നും പറയരുത്. കൾച്ചറില്ലാത്ത സമൂഹമായി നമ്മെ ഒരു വിലയിരുത്തും. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ തശ്രീഫിലായിയെ, ആ ഫർമായിയെ പറയൂ എന്നാണ്. ബോലോ യാർ എന്ന് പറയാതെ ഫർമായിയെ നമ്മൾ പറഞ്ഞു. മദദ് കർണ എന്നുള്ള വാക്ക് പഠിച്ചു. ഖിദ്മത്ത് കറു എന്ന് പഠിച്ചു. ഓക്കെ, അതേപോലെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഏക് മിനിറ്റ് റുഖ് ലീജിയെ, റുഖ്ന എന്ന് പറയാൻ സ്റ്റോപ്പ് ആവുക എന്ന്. റുക്കോ യാർ, നമ്മൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഭായ് സാബ് റുക്കോ, റുക്കോ യാർ മുझे ഉതർനാ ഹൈ, റുഖ്ന സ്റ്റോപ്പ് എന്നതാണ് റുഖ്ന. ഓക്കെ, അപ്പോൾ യാർ റുക്കിയെ തൊടാ, റുഖ്ന കുറച്ചൊന്ന് നിൽക്കുക എന്നാ പറയാം. ഏക്ക് മിനിറ്റ് റുഖ് ലീജിയെ, മേ അബ്ബി ആവുക, നിങ്ങളൊന്ന് നിൽക്കണേ, ഞാൻ ഇപ്പം വരാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല വാക്കുകൾ. അച്ഛാ ബഹുത് ബടിയ, ഇടയ്ക്കിടയ്ക്ക് പറയാം ബഹുത് ബടിയ, ബഹുത് ബടിയ, ബടിയ നന്നായിട്ടുണ്ട്, ബഹുത് ധന്യവാദ് ആപ്ക, വളരെ നന്ദിയുണ്ട്, ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ വന്നതിന് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ പൂർണ്ണമായും പഠിക്കണമെങ്കിൽ ഹിന്ദി യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ പഠിച്ച് ഹിന്ദിക്കാരോടൊപ്പം ജീവിക്കണം. എല്ലാവിധ ആശംസകളും. ധന്യവാദ്. ബഹുത് ശുക്രിയ.